മണിപ്പൂർ വിഷയം എപ്പോഴും കത്തി നിൽക്കുന്നു. ക്രിസ്ത്യാനികളെ തല്ലിക്കൊല്ലുന്നു, ക്രിസ്ത്യൻ പള്ളികൾ പൊളിക്കുന്നു. ഇതാണ് കേരളത്തിൽ ആകെക്കൂടെ മണിപ്പൂരിനെ പറ്റി വാർത്ത. ഇതെന്താ മണിപ്പൂരിലെ മാത്രം ക്രിസ്ത്യാനികളെ തല്ലാനും ക്രിസ്ത്യൻ പള്ളികൾ പൊളിക്കാനും കാര്യം? അപ്പുറത്തിപ്പുറത്തുമൊക്കെ ക്രിസ്ത്യാനികളില്ലേ? ഉണ്ട്. മിസോറാമിലുണ്ട്. നാഗാലാൻഡിൽ എത്രയോ 99% ക്രിസ്ത്യാനികളുമില്ല. അവിടെ എന്താ ക്രിസ്ത്യാനികളെ തല്ലാത്തേ? ഇതൊക്കെ തമ്മിൽ വെറും കിലോമീറ്ററുകളുടെ വ്യത്യാസമേ ഉള്ളൂ. വളരെ ചെറിയ സംസ്ഥാനങ്ങളാണല്ലോ. കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം അവിടുത്തെ സംസ്ഥാനത്തിനുണ്ടോ എന്ന് എനിക്ക് സംശയം. അതാണ് ത്രിപുര, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ് കുറച്ച് വലുതാണ്, ആസാമാണ് പിന്നെ വലിയൊരു സംസ്ഥാനം എന്ന് പറയാൻ. ബാക്കി ഇപ്പോൾ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരു ക്രിസ്ത്യാനികളുടെ നേർക്കുള്ള ആക്രമണവും അങ്ങോട്ട് ഒന്നുമല്ല. വേറൊന്ന് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് അവിടെ ഇതിന് മാത്രം ക്രിസ്ത്യാനികൾ വന്നത്? നോക്കൂ, ഈ മണിപ്പൂരിൽ നിന്ന് നമ്മൾ നേരെ വടക്കോട്ട് സഞ്ചരിച്ചാൽ അരുണാചൽ പ്രദേശായി. അരുണാചൽ പ്രദേശ് കഴിഞ്ഞ് പിന്നെയും വടക്കോട്ട് പോയാൽ ചൈനയായി, അല്ലേ? ചൈനയിൽ ക്രിസ്ത്യാനികളുണ്ടോ? ഉണ്ടാവാം, വളരെ കുറച്ച്. അങ്ങനെ ഒരു കേട്ടിട്ടില്ല. ഒരു ബിഷപ്പും ചൈനയിൽ പോയിട്ട് ഒരു പള്ളി സ്ഥാപിക്കാൻ നോക്കി എന്ന് കേട്ടിട്ടില്ല. അവിടെ നടക്കുകയുമില്ല. ഇനി മണിപ്പൂരിൽ നിന്ന് നമ്മൾ തെക്കോട്ട് സഞ്ചരിക്കുന്നു. നമ്മൾ നേരെ ബർമ്മയ്ക്കകത്ത് ചാടും. ബർമ്മയിൽ ക്രിസ്ത്യാനികളുണ്ടോ? ഉണ്ടാവാം, പക്ഷേ അങ്ങനെ കേൾക്കാറൊന്നുമില്ല. അതായത് പോപ്പുലേഷനിൽ വലിയ എണ്ണമൊന്നുമില്ല. ബട്ട് ഇതിനിടയ്ക്കുള്ള നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, മേഘാലയ, ഈ ബെൽറ്റിൽ ക്രിസ്ത്യാനികളുണ്ട്. ഇത് കഴിഞ്ഞാലോ പിന്നെ ക്രിസ്ത്യാനികളെ കാണണമെങ്കിൽ നമ്മൾ താഴെ ഇറങ്ങി ഏകദേശം നമ്മളുടെ ഒറീസയിൽ വരണം. ബംഗാളിൽ കുറച്ച് പേരുണ്ടാവാം. ഒറീസയിൽ നമ്മളുടെ ഈ ഗ്രഹാം സ്റ്റീൻ എന്ന മിഷണറിയുടെയും മറ്റും നേതൃത്വത്തിൽ നടന്ന വൻകിട മതപരിവർത്തനം, അതിനെ തടഞ്ഞവനാണ് ദാരാസിംഗ്. ദാരാസിംഗിൻ്റെ കഥ വേറൊരു കഥ. എന്തുമായിക്കോട്ടെ, ക്രിസ്ത്യാനികൾ വലിയ ജനസംഖ്യയൊന്നുമില്ല, എന്നാലും ഒറീസയിലുണ്ട്. പിന്നെ ഇപ്പുറത്ത് ആന്ധ്രയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, കർണാടകയിൽ കുറച്ചുണ്ട്, ഗോവയിൽ കുറേയുണ്ട്. അതിന് കാരണമുണ്ട്. ഗോവ പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്നു. അന്ന് നടത്തിയ മതപരിവർത്തനം വെച്ചാണ് ഗോവയിൽ ക്രിസ്ത്യാനികൾ നല്ലൊരു ശതമാനം, 30-33% ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ ക്രിസ്ത്യാനിയൊന്നുമില്ല. ബോംബെയിൽ ചില്ലറ മസിൽ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നും അത് വിസ്മരിക്കുന്നില്ല. ബട്ട് ഇത് എല്ലാം ഇരിക്കുമ്പോൾ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചില സ്ഥലത്ത് മാത്രം എങ്ങനെ ഇത്രയധികം ക്രിസ്ത്യാനികൾ ഉണ്ടായി? എന്താ ഇതിന് കാരണം? മതപരിവർത്തനം നടന്നു എന്നുള്ളത് ക്രിസ്ത്യാനികൾ വരെ സമ്മതിക്കുന്ന കാര്യമാണ്. ഞാൻ നടന്നില്ല എന്നൊന്നും പറയരുത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തും എല്ലാം മതപരിവർത്തനം നടന്നിരുന്നു, അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് ചെയ്യുന്നു എന്ന് കണ്ടിട്ടാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഇങ്ങനെ തുറന്ന് ചെയ്യരുത്, അത് വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ സ്വയം അവർ ഭരണം ഏറ്റെടുത്തു. 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നല്ലോ. അതിക്രൂരമായി അടിച്ചമർത്തപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതിനുശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്പനിയോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഭരണം മതി, ഞങ്ങൾ നേരിട്ട് ഭരിച്ചോളാം, നിങ്ങൾക്ക് ഇവരെ മാനേജ് ചെയ്യാൻ അറിയില്ല, അവരുടെ മതത്തിൽ കയറി നിങ്ങൾ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മതപരിവർത്തനം ഒന്ന് കുറഞ്ഞെങ്കിലും ബ്രിട്ടീഷുകാരും തരക്കേടില്ലാതെ മിഷണറിമാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവർ ഈ പ്രത്യേക സ്ഥലത്ത് പോയിട്ട് ക്രിസ്ത്യാനികളുടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാക്കാനുള്ള കാരണം എന്താ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. മാത്രമല്ല, ഈ വിഭജന കാലത്ത് ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശ്, വെസ്റ്റ് പാകിസ്ഥാൻ, ഇപ്പോഴത്തെ പാകിസ്ഥാൻ, ഇങ്ങനെയായിട്ടാണ് പാകിസ്ഥാൻ കിടന്നത്. ഇതിൻ്റെ നടുക്കുകൂടെ ഒരു കോറിഡോറും കൂടെ പ്ലാനിലുണ്ടായിരുന്നു. കാരണം ഈസ്റ്റ് പാകിസ്ഥാൻ ഒരു കഷ്ണം, വെസ്റ്റ് പാകിസ്ഥാൻ വേറൊരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം 2 കഷ്ണമായിട്ടിരിക്കുകയാണ്. അത് ശരിയല്ലല്ലോ.
അത് തമ്മിൽ കണക്ട് ചെയ്യണ്ടേ. അതുകൊണ്ട് ബംഗാൾ വഴി, ബീഹാർ വഴി, ഉത്തർപ്രദേശ് വഴി, പഞ്ചാബ് വഴി പാകിസ്ഥാനിലേക്ക്, പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്ക് ഒരു കോറിഡോർ, ഒരു 40 കിലോമീറ്റർ വീതിയിൽ ഒരു കോറിഡോർ, അതൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ഹൈദരാബാദിനെ ഒരു തെക്കൻ പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ, സൗത്ത് പാകിസ്ഥാൻ, ഇങ്ങനെയും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാൻ പട്ടേലാണ് തകർത്ത് കളഞ്ഞത്, ഹൈദരാബാദിൻ്റെ പ്ലാൻ. ആ ഹൈദരാബാദിൽ അന്ന് ഉണ്ടായിരുന്ന നൈസാം, അയാൾ ഞാൻ സ്വതന്ത്ര രാജ്യമാക്കും, പാകിസ്ഥാനുമായിട്ട് ചേരും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് റസാക്കർമാരെ ഇറക്കി അവരെ വളരെ ക്രൂരമായിട്ട് തന്നെ പട്ടേൽ നേരിട്ടു. അങ്ങനെയൊക്കെയാണ് ഹൈദരാബാദ് ഭാരതത്തിനുള്ളിൽ തന്നെ അന്ന് നിന്നതും ഇന്നിപ്പോൾ നിൽക്കുന്നതും ഈ OIC-യൊക്കെ നാക്കുപൊക്കുന്നത്. ഇവർക്കെല്ലാമുള്ള ഊർജം കിട്ടിയത് സർദാർ പട്ടേലിൻ്റെ ദയ കൊണ്ടാണ്. ഏതായാലും കോറിഡോറും ഉണ്ടായില്ല, ഈസ്റ്റ് പാകിസ്ഥാനും ഉണ്ടായില്ല. ഇത് 2 കഷ്ണമായിട്ട് നിന്നു. ഇത് നിന്ന് കഴിഞ്ഞപ്പോൾ ഇതിൽ ബ്രിട്ടീഷ് താല്പര്യം എന്തായിരുന്നു? വിഭജനത്തിൽ നമ്മൾ ഒരുപാടൊക്കെ പറയാറുണ്ട്, നെഹ്റു തെറ്റ് ചെയ്തു, ഗാന്ധി തെറ്റ് ചെയ്തു, പട്ടേൽ പറഞ്ഞത് അയാൾ കേട്ടില്ല, അംബേദ്കർ പറഞ്ഞത് നല്ല ഫോർമുലയായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല. ഇത് മാറ്റിവെക്കുക. ബ്രിട്ടീഷുകാരുടെ താല്പര്യം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ 2ാം ലോക മഹായുദ്ധം ജയിച്ചെങ്കിലും സാമ്പത്തികമായി അണ്ടം കീറിപ്പോയി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അണ്ടം കീറിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. ഒരു കണക്കിന് പേരിന് 2ാം ലോക മഹായുദ്ധം ജയിച്ചു, കയ്യിൽ 10 പൈസയില്ല. 2ാം ലോക മഹായുദ്ധം ജയിക്കാൻ കാര്യം എന്താ? അമേരിക്ക, അതുവരെ യുദ്ധത്തിൽ ചേരാതിരുന്ന അമേരിക്ക യുദ്ധത്തിൽ ചേർന്ന്, അഥവാ ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചപ്പോൾ അതിന് തിരിച്ചടി എന്നുള്ള മട്ടിൽ അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബ് പ്രയോഗിക്കുന്നു. അതോടെ യുദ്ധം തോറ്റുപോകുന്നു. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബ്രിട്ടനും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ജയിച്ചല്ലോ. അങ്ങനെ ജയിച്ചതാണ് 2ാം ലോക മഹായുദ്ധം. ജയിച്ചെങ്കിലും കയ്യിൽ കാശില്ല, ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. ഭാരതത്തിലാണെങ്കിലും വൻ കുഴപ്പമാണ്. ഇന്ത്യൻ നാഷണൽ ആർമി, സുഭാഷ് ചന്ദ്രബോസിൻ്റെ INA, ആ INA ജർമ്മനിയുടെ സഹായത്തോടെ, ജപ്പാൻ്റെ സഹായത്തോടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പിടിച്ചെടുത്തിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. വാസ്തവത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ പതാക ഉയർത്തിയത് നേതാജിയാണ്. അതിനും എത്രയോ കഴിഞ്ഞിട്ടാണ് ജവഹർലാൽ നെഹ്റു ഡൽഹിയിൽ കൊടിപൊക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഭാരതത്തിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ അവിടെ കൊടിപൊക്കിയത് സ്വാതന്ത്ര്യ പ്രഖ്യാപനമല്ലേ? ആണ്. നേതാജിയുടെ സേന ഇപ്പോൾ ഈ പറയുന്ന മണിപ്പൂർ, ഇംഫാൽ വരെ കടന്നു കയറി വന്നു ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ ബ്രിട്ടീഷുകാർക്ക് അന്നറിയാം. അത് അന്ന് സംഭവിച്ചതാണ്. ഇതൊക്കെ 1945 മുതൽ 47 വരെയുള്ള വെറും 2 വർഷത്തിനുള്ളിൽ നടന്ന അപ്പീവൽസ് ഹിസ്റ്ററിയിൽ. അതാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് ബ്രിട്ടീഷുകാർക്കറിയാം ഭാരതത്തിന് സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റുള്ളൂ. നേവൽ കലാപം നടന്നിരിക്കുന്നു. നേവൽ കലാപം നടത്തിയതിൽ സാവർക്കർക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഇപ്പുറത്ത് INA എന്നുള്ള പേരിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പങ്ക് അതും വളരെ വലുതാണ്. ഇതിൻ്റെ നടുക്ക് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹികളുടെ പ്രഷർ അതും വളരെ വലുതാണ്. ഇങ്ങനെ വന്നപ്പോൾ ബ്രിട്ടന് ഉറപ്പായിരുന്നു, വി കനോട്ട് കണ്ടിന്യൂ വിത്ത് ദിസ് സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ സേഫായിട്ട് എക്സിറ്റ് ചെയ്യണം. അതിനവർ കണ്ട വഴിയാണ് ഭാരതം പാകിസ്ഥാനായിട്ടും ഇന്ത്യയായിട്ടും 2ആയിട്ട് വിഭജിക്കുക. വിഭജിക്കുമ്പോൾ പാകിസ്ഥാനിൽ ഇംഗ്ലണ്ടിന് താല്പര്യമുള്ള ചില സ്ഥലങ്ങളുണ്ടാവണം. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പാകിസ്ഥാൻ്റെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെയൊക്കെ വടക്കേ അറ്റം ചിന്തിച്ച് നോക്കുക. ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ എന്ന് പറയും അതിന്, ഗിൽഗിറ്റ് ഏരിയ. അപ്പോൾ കിഴക്കുള്ളതാണ് ചിറ്റഗോങ് ഹിൽ ട്രാക്ട്സ് എന്ന് പറയും, CHT. ആ ഏരിയയിൽ പെടുന്നതാണ് ഈ മണിപ്പൂർ, മിസോറാം, ഇതെല്ലാം ഈ ചിറ്റഗോങ് ഏരിയയിൽ പെടുന്നതാണ്. വിഭജനം കഴിഞ്ഞപ്പോൾ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് പോയി. ഓക്കെ. ഈ ചിറ്റഗോങ്ങിൽ 98.5% ഹിന്ദുക്കളും ബുദ്ധന്മാരുമാണ്. ബാക്കി 1.5%
മുസ്ലിങ്ങളുള്ളൂ. അതുകൊണ്ട് ചിറ്റഗോങ്, ആ തുറമുഖമടക്കം ചിറ്റഗോങ് ഹിൽ ട്രാക്സ് ഭാരതത്തിനായിട്ട് വിഭജിച്ചു. ഇത് റാഡ്ക്ലിഫ് ലൈനൊക്കെ വരച്ചു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് മേധാവികൾക്ക് മനസ്സിലായി ചിറ്റഗോങ് ഭാരതത്തിലേക്ക് പോകുന്നു, പറ്റില്ല. ചിറ്റഗോങ് ഈസ്റ്റ് പാകിസ്ഥാനിൽ നിൽക്കണം, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിൽക്കണം. അല്ലാതെ റാഡ്ക്ലിഫ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഫോർമുല വെച്ചാണ് ഞാൻ വിധിച്ച് 98% ഹിന്ദുക്കളുള്ള സ്ഥലം പാകിസ്ഥാനിലേക്ക് ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? മുസ്ലിം ജനറലി ഒരു മുസ്ലിം കോൺസെൻട്രേഷനുള്ള സ്ഥലമാണല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വിഭജിച്ച്. അതല്ല, ഈ ചിറ്റഗോങ് ഹിൽ ട്രാക്സ് നമുക്ക് നാളെ ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ദിസ് വാസ് ദ ഫോർമുല. ഇത് പ്ലാൻ ചെയ്തിട്ടാണ് ആ ഏരിയ മുഴുവൻ നേരത്തെ മുതൽ ഈ മണിപ്പൂർ, മിസോറാം, അവിടെ ഇവിടെയൊക്കെ മിഷണറിമാർ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കി മാറ്റിയത്. ഞാനീ പറയുന്നത് ഇപ്പോഴത്തെ ഏതെങ്കിലും പള്ളിയിലച്ഛൻ്റെ നേർക്ക് കുരയ്ക്കാൻ വേണ്ടിയിട്ടോ കടിക്കാൻ വേണ്ടിയിട്ടോ അല്ല. ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ ലോങ് ബാക്ക്. നോക്കും, വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം, അതിൽ പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ലേ, ക്രിസ്ത്യാനികൾ നിന്നെയൊക്കെ ഭരിക്കും, നിൻ്റെയൊക്കെ അമ്പലങ്ങളിൽ അവൻ്റെ കുരിശ് നാട്ടും. ഇതെല്ലാം കുണ്ടറ വിളംബരത്തിൽ പറഞ്ഞതാണ്, സംഭവിച്ചതാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ടുഡേയ്സ് ക്രിസ്ത്യൻ ഈസ് റെസ്പോൺസിബിൾ. നോ, ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഹിസ്റ്ററി. അതുകൊണ്ട് ഹിസ്റ്റോറിക്കലി ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഈ ബംഗാൾ ഉൾക്കടലിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ ആവശ്യമാണ് ഇംഗ്ലണ്ടിന്. ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ വാങ്ങിച്ചത് സോവിയറ്റ് യൂണിയനാണല്ലോ, അന്ന് റഷ്യയല്ല, സോവിയറ്റ് യൂണിയനാണ്. ഏത് നിമിഷവും സോവിയറ്റ് യൂണിയന് അഫ്ഗാനിസ്ഥാൻ കയറി കീഴടക്കാം. ഒരിക്കലും അവർ ചെയ്തു. അത് അവരെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഈ താലിബാൻ എന്ന് പറയുന്ന ഭൂതത്തെ അമേരിക്ക കുടം തുറന്നു വിട്ടത്. അവസാനം ഈ ഭൂതം ഇപ്പോൾ ആര് ബാൻ ചെയ്താലും പറ്റില്ല എന്നുള്ള മട്ടിൽ അത് നിൽക്കുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ വഴി, പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് വരാം സോവിയറ്റ് യൂണിയന്. എന്തുകൊണ്ട് വന്നുകൂടാ? സ്റ്റാലിനാണ് ആൾ, എന്തും ചെയ്യാൻ പ്രാപ്തിയുള്ളവനാണ്. അപ്പോൾ ആ സാധ്യതയ്ക്കൊരു തടയിടണം. അതിനെന്ത് വേണം? യൂറോപ്പിന്, അത് ഇംഗ്ലണ്ടിൻ്റെ ആയിക്കോട്ടെ ആരുമായി, യൂറോപ്പിന് ഒരു ബേസ് വേണം. അതാണ് അഫ്ഗാനിസ്ഥാൻ്റെ തൊട്ടിപ്പുറത്ത് ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ എന്നുള്ള ബേസ്. കിഴക്ക് വശം ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആക്കണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടണം. അതിൽ ഈ ചിറ്റഗോങ് ഒരു പ്രധാനപ്പെട്ട, ചിറ്റഗോങ് തുറമുഖമാണ്, പ്രധാനപ്പെട്ട സ്ഥലമാണ് ചിറ്റഗോങ് ഹിൽ ട്രാക്സ്. അത് ഓൾറെഡി ഈസ്റ്റ് പാകിസ്ഥാൻ്റെ കൂടെ ചേർത്തു. ബാക്കിയുള്ളവരെ ക്രിസ്ത്യാനികളായിട്ട് നിലനിർത്തിയിട്ട് മെല്ലെ ഇങ്ങോട്ട് ചേർക്കാം. ക്രിസ്ത്യൻ സ്റ്റേറ്റ് വരുമ്പോൾ ഓൾ ഓൺ എ സഡൻ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റായിട്ട് മാറും. ഇത് ഒരു റിലിജിയസ് ഉദ്ദേശത്തോടെയല്ല, പൊളിറ്റിക്കൽ ഉദ്ദേശത്തോടെയാണ്. ഒരു ഇമ്പീരിയൽ ഡിസൈനാണ്, റിലിജിയസ് ഡിസൈനല്ല. ബട്ട് ഇമ്പീരിയലിസത്തിന് താങ്ങായിട്ട് നിങ്ങൾക്ക് മതമുണ്ടെങ്കിൽ വളരെ എളുപ്പം അത് സാധിക്കും, ഇല്ലേ? ഒരു മുസ്ലിം രാജ്യം സ്ഥാപിക്കണം നിങ്ങൾക്ക്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ജനസംഖ്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടി നല്ലൊരു ശതമാനം എത്തിക്കഴിയുമ്പോൾ മുസ്ലിം രാജ്യമാക്കുക, ആരും ചോദിക്കാനുണ്ടാവില്ല. നമ്പർ 2, മുസ്ലിങ്ങളുടെ എണ്ണം എത്രയാണെങ്കിലും ശരി അധികാരം പിടിച്ചെടുക്കുക, കുറേ വെടിയും പുകയൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് നാശമാക്കി മുസ്ലിം രാജ്യമാണെന്ന് പറയുക. there are 2 methods. ഇതൊക്കെ ചരിത്രത്തിൽ പല സ്ഥലത്തും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആദ്യത്തെ മാർഗത്തിനൊരു സുഖമുണ്ട്. ബിക്കോസ് ദർ ഈസ് നോ റെസിസ്റ്റൻസ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ല. സമൂഹം മൊത്തം മുസ്ലിം രാജ്യത്തിൻ്റെ കൂടെയാണ്. ഇതുപോലെ ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കുമ്പോൾ ക്രിസ്ത്യാനികൾ മൊത്തം ഇറ്റ് ഇസ് ഓക്കെ, നമ്മുടെ രാജ്യം ഇങ്ങനെ വരുമല്ലോ എന്ന് കരുതി. നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ ഡിസൈനൊന്നും ഉണ്ടായില്ല. കാരണം ബ്രിട്ടൻ്റെ ആധിപത്യം കുറഞ്ഞു വന്നു. ബാക്കിയുള്ളവർക്കും ഈ ക്രിസ്ത്യൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞാണ് വന്നത്, കൂടിയല്ല വന്നത്. ആ കുറഞ്ഞു വന്നതിൻ്റെ ഫലമായിട്ട് 1962 മുതൽ 65 വരെയായിരുന്നു സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ ഈ ചോദ്യം വന്നു, ഹൗ ഡു വി ട്രീറ്റ് അതർ റിലിജിയൻസ്? മറ്റ് മതങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഇതുവരെ നമ്മൾ ഹോസ്റ്റൈലായിട്ട്, ശത്രുക്കളായിട്ടാണ് കണ്ടത്. അത് ശരിയാണോ? സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ കത്തോലിക്ക സഭ തീരുമാനമെടുത്തു, മറ്റ് മതങ്ങളെ ശത്രുക്കളായിട്ട് കാണണ്ട, നമ്മളെപ്പോലെ എൻലൈറ്റൻഡ് അല്ല എന്ന് വിചാരിച്ചാൽ മതി.
നമ്മൾ യേശുക്രിസ്തുവിൽ കർത്താവിൽ എത്തിയിരിക്കുന്നു. നമ്മളിത് തിരിച്ചറിഞ്ഞു, ആത്യന്തികമായ സത്യം. അവർ വന്നുകൊണ്ടിരിക്കുന്നു. താഴത്തെ പടിയിലാണ്, ഒരാൾ 10ാമത്തെ പടിയിൽ, മറ്റേ ആൾ 8ാമത്തെ പടിയിലൊക്കെ നിൽക്കുന്നു. കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അവർ. ഈ രീതിയിൽ സംഘർഷമില്ലാതെ, എന്നാൽ ഞങ്ങളാണ് വലുത് എന്നുള്ള രീതിയിൽ പ്രമേയം പാസ് ആയിക്കോട്ടെ, അത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. സംഘർഷം ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതിനകത്ത് കുറച്ച് പേരെടുക്കുന്നു. ഞാനാണ് വലിയവൻ, അതുകൊണ്ട് ഞാൻ നിന്നെ അംഗീകരിച്ചു എന്നാവുന്നില്ല, നീ കുറച്ച് താഴ്ന്നവനാണ്, ആ രീതിയിൽ ഞാൻ അംഗീകരിക്കാം എന്നൊക്കെ പറയുമ്പോഴും സംഘർഷം അവസാനിക്കുകയാണ്, ഇല്ലേ? ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഐ വെൽക്കം ദാറ്റ്. 62 മുതൽ 65 വരെയുള്ള സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ. ഇങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ലോകമെങ്ങും. ഇപ്പോൾ മറ്റ് സഭകൾ ഇങ്ങനെയായിരുന്നോ? അല്ല. വളരെ വൈൽഡായിട്ട് കൂക്ലക്സ് ക്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ തീവ്രവാദികളൊക്കെ ഉണ്ട് ക്രിസ്ത്യാനികൾ. അവരുടെയൊക്കെ ഈ കുന്തമുനയൊടിഞ്ഞുപോയി. തീവ്രവാദം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ തീവ്രവാദം എന്ന് പറഞ്ഞില്ല, ഉണ്ടോ? തീവ്രമായിട്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ടാകാം, പക്ഷേ തീവ്രവാദി എന്ന അർത്ഥത്തിൽ ടെററിസ്റ്റ് അതില്ല. ഒന്നും ഒറ്റ സംഭവമൊക്കെ എടുത്തിട്ട് ശ്രീലങ്കയിൽ അങ്ങനെ ചെയ്തില്ലേ, കളമശ്ശേരി ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കാം. ബട്ട് ജനറലി വേൾഡ് ഓവർ ഒരു ക്രിസ്ത്യൻ ടെററിസം എന്ന് പറഞ്ഞില്ല. അതില്ലാതെയാവാൻ കാരണം ഈ വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമേയത്തിൻ്റെ ഫലമാണ് എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും കത്തോലിക്കരല്ലെങ്കിലും മറ്റ് സഭകൾക്കൊക്കെ ഒരു മാതൃകയായി. നമ്മുടെ കേരളത്തിലെ മാർത്തോമാ സഭയൊക്കെ ഒരിക്കലും അവർ ഇതുപോലത്തെ വഴക്കിനോ അലമ്പിനോ ഒന്നും പോകാത്ത, അങ്ങനെ പലവിധ സഭകൾ ചേർന്ന സംഘാതമാണ്. ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്നുള്ള ആശയം അവിടെ കിടക്കുന്ന ഒരു ഇമ്പീരിയൽ ആശയമായിട്ട് അതിൻ്റെ മതപരമായ എലമെൻ്റ് പോയെങ്കിലും യൂറോപ്പിന് ഒരു പിടിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഡീഗോ ഗാർഷ്യയ്ക്ക് ശേഷം മുകളിലേക്ക് വടക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കൊരു ബേസില്ല. അറബിക്കടൽ വഴി മുന്നോട്ട് പോയി ഒരു ബേസുമില്ല. അറബിക്കടലിനപ്പുറത്ത് ഗൾഫിൽ അവർക്ക് സുഹൃത്തുക്കളുണ്ട്, അവിടെ ബേസൊക്കെ ഉണ്ട്. പക്ഷേ കടലിന് നടുക്കോ കടലിൻ്റെ കിഴക്കേക്കര മുഴുവൻ ഭാരതമാണ്. ഇപ്പുറത്ത് വന്ന് ബംഗാൾ ഉൾക്കടലിൽ കയറിയാലോ അപ്പുറത്ത് ബർമ്മ, പിന്നെ വീണ്ടും ഭാരതം, ചൈനയുടെ ഒരു കഷ്ണം. ഇങ്ങനെയാണ് നിൽക്കുന്നത്. കൈ വിതിർത്തി എല്ലാവരെയും തടയുന്ന മട്ടിലാണ് ഇന്ത്യയുടെ നിപ്പ്. അത് ഇന്ത്യൻ ഓഷ്യൻ മുതൽ ബംഗാൾ ഉൾക്കടൽ വഴി വടക്കോട്ട് പോയാലും അറേബ്യൻ സീ വഴി വടക്കോട്ട് പോയാലും ഇന്ത്യയുടെ തീരമാണ്. അവിടെ എങ്ങും തന്നെ അമേരിക്കയ്ക്ക് ഒരു പിടിയില്ല. ഇതിനിടയ്ക്ക് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലും വടക്ക് ബംഗ്ലാദേശിനും ഇടയ്ക്കുള്ള ചെറിയ സ്ഥലമാണ് ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്. ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡിൽ അമേരിക്കയ്ക്ക് ഒരു താവളം വേണം. താവളം ഉണ്ടാക്കാൻ സ്ഥലമുണ്ടോ? അവിടെ ഇല്ല. തീരെ ചെറിയ 500 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിപ്പാണത്. വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ഇറക്കാം, ഇത്രേ ഉള്ളൂ. ബട്ട് അമേരിക്കയ്ക്ക് അത് വേണം. ഈ ഷെയ്ഖ് ഹസീന അത് കൊടുക്കില്ല എന്ന്. അങ്ങനെയാണ് ഷെയ്ഖ് ഹസീന അട്ടിമറിക്കപ്പെടുന്നത്. ഷെയ്ഖ് ഹസീന തുറന്നു പറഞ്ഞു, ഞാൻ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്കയ്ക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ബംഗ്ലാദേശിൽ സുഖമായിട്ട് കഴിയാമായിരുന്നു. ഞാനതിന് സമ്മതിച്ചില്ല. എന്തിനാണ് അമേരിക്കയ്ക്ക് ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്? ഈ പപ്പടത്തിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത സാധനം എന്തിനാണ് അവർക്ക്? കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പിടിയില്ല. ഡീഗോ ഗാർഷ്യ കഴിഞ്ഞാൽ പിന്നെ വടക്കോട്ട് അവർക്കൊരു പിടിയുമില്ല. ചൈനയ്ക്കൊരു പിടിയുണ്ട്. ഇപ്പോൾ കുറച്ചെങ്കിലും അവർ ബർമ്മയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചൈനയ്ക്ക് അറിയാം, ഒക്കെ ഉണ്ട്. ജപ്പാന് ഒരു പിടിയുണ്ട്. ജപ്പാൻ പിന്നെ അവിടെ നിന്നും പിന്നെ വടക്ക് കിഴക്കായിട്ട് ദൂരെയാണ് ജപ്പാൻ കിടക്കുന്നത്. ബട്ട് സ്റ്റിൽ കടൽ വഴി ജപ്പാനൊരു അപ്രോച്ചുണ്ട്. അമേരിക്കയ്ക്ക് കടൽ വഴി അപ്രോച്ചില്ല. അപ്രോച്ചുണ്ട്, പക്ഷേ അപ്രോച്ച് ചെയ്താൽ അത് ഇഷ്യൂ ആണ്, ചോദ്യം വരും. ജപ്പാനും ഭാരതവും തമ്മിൽ ഒരു ഹോസ്റ്റിലിറ്റി ഇല്ല. അമേരിക്കയും ഭാരതവും തമ്മിൽ ഹോസ്റ്റിലിറ്റി ഇല്ല. ബട്ട് ഐബ്രോസ് വിൽ ബി റേസ്ഡ്. അമേരിക്കയുടെ ഒരു 7th ഫ്ലീറ്റ് അറബിക്കടലിലോ ബംഗാൾ ഉൾക്കടലിലോ കയറി വരുന്നു എന്ന് വയ്ക്കുക. USS ഹാരി ട്രൂമാൻ കയറി വന്നു കഴിഞ്ഞാലോ അത് വലിയൊരു വാർത്തയാകും. ജപ്പാൻ വന്നാൽ വാർത്തയാവില്ല. ജപ്പാൻ വരാനും പോകുന്നില്ല. കാരണം ജപ്പാൻ ഏകദേശം അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യം പോലെ ആയി മാറിക്കഴിഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥയിൽ. എനിവേ, യു ഡോണ്ട് ഹാവ് എ ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദർ. ദെയർഫോർ ദിസ് ഏരിയ ഈസ് സ്റ്റിൽ അൺഅപ്രോച്ചബിൾ ആയിട്ട് കിടക്കുന്നു. ഏത്? ചിറ്റഗോങ് ഹിൽ ട്രാക്സും പിന്നെ ഈ മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ് ഇതുപോലെയുള്ളത്. സോ മണിപ്പൂരിൽ ടൈം ആൻഡ് അഗെയിൻ ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
നിങ്ങൾ കേട്ടിട്ടില്ലേ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്? ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് ഉണ്ടായത് നാഗാ കലാപകാരികളെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1956 ജവഹർലാൽ നെഹ്റു പാസ്സാക്കിയ ആക്റ്റാണ്. ആ ആക്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം പഞ്ചാബിൽ ദീർഘകാലം 13 വർഷമോ മറ്റോ അഫ്സ്പ പ്രയോഗിച്ചിരുന്നു. പഞ്ചാബിലെ കുറേ അധികം ജില്ലകളിൽ, കാശ്മീരിൽ പ്രയോഗിച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് ഇത് പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അഫ്സ്പ ടൈം ആൻഡ് അഗെയിൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കേണ്ടി വന്നു. നാഗാലാൻഡ് എന്നൊക്കെ പറയുമെങ്കിലും അന്ന് നേഫ എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടത്. ആസാം എന്ന് പോലും പേരില്ല. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി, ആ ഏജൻസിക്ക് കീഴിലാണ് ഈ സംസ്ഥാനങ്ങളെല്ലാം. അതുകൊണ്ടാണ് 1962 ചൈനീസ് യുദ്ധകാലത്ത് അതിൻ്റെ ലിറ്ററേച്ചർ നിങ്ങൾ വായിച്ചു നോക്കുക. നേഫ ആൻഡ് ലഡാക്ക് എന്ന് പറയും. നേഫ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കൻ മേഖലയും ലഡാക്ക് വടക്ക് പടിഞ്ഞാറൻ മേഖലയും കാശ്മീരിനോട് ചേർന്ന് കിടക്കുന്നു. നേഫ ആൻഡ് ലഡാക്ക് ഇതായിരുന്നു നമ്മളുടെ രണ്ട് യുദ്ധമുഖങ്ങൾ. ആ നേഫ എന്നുള്ള വാക്ക് നിങ്ങളിപ്പോൾ കാണണമെങ്കിൽ യു ഹാവ് ടു ഗോ ബാക്ക് ടു 1962 വാർ ലിറ്ററേച്ചർ, അതിലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതാണ് ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ മണിപ്പൂരിൽ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടായതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ നോക്കൂ, ലോക്സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മണിപ്പൂരിൽ തീപിടിക്കും. ഇറ്റ് ഈസ് എ ഡിസൈൻ, സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാം. നമ്പർ 2, രാജ്യത്തെവിടെയെങ്കിലും ഒരു വലിയ മയക്കുമരുന്ന് പോലീസ് പിടിച്ചാൽ, കസ്റ്റംസ് പിടിച്ചാൽ മണിപ്പൂരിൽ ലഹളയുണ്ടാക്കും. ഈ രണ്ടും ചേർന്ന ഒരവസരമാണ് ഇപ്പോൾ. ഒരു 2 വീക്സ് ബാക്ക്, അതായത് മണിപ്പൂർ വീണ്ടും പ്രശ്നം പൊട്ടുന്നതിന് മുമ്പ് 5000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഗുജറാത്തിൽ പിടിച്ചു. എനിക്ക് തോന്നുന്നു മുന്ദ്ര എയർ സീപോർട്ടിലാണെന്ന് തോന്നുന്നു. അറൗണ്ട് 5,000 to 6,000 crores, അല്ല മലയാള മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം വളരെ വലിയൊരു പിടുത്തമായിരുന്നത്. 6000 കോടി രൂപയുടെ മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത്? പിന്നെ അതിന് 1 ഗ്രാമിന് എന്തോ 10 ലക്ഷം രൂപയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വാല്യൂ വളരെ കൂടുതലായിരിക്കും. എന്നാലും ഇറ്റ് വാസ് എ ബിഗ് ന്യൂസ്. ഇത് ചെയ്തു. ഇതിൻ്റെ കൂടെ ഈ ഡിസംബർ 26 അതോ 23, ഐ ഡോണ്ട് റിമെമ്പർ, ലോക്സഭയുടെ ശീതകാല സമ്മേളനം അത് തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ ഡേറ്റഡാണ്, എല്ലാവർക്കും ആ ഡേറ്റ് അറിയാം. ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നില്ലെങ്കിൽ ഡേറ്റ് അറിയാം. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം തുടങ്ങാൻ പോകുന്നു. ഇവിടെ മയക്കുമരുന്ന് പിടിച്ചിരിക്കുന്നു. മണിപ്പൂരിൽ അലമ്പ് തുടങ്ങിയിരിക്കുന്നു. ഈ ഫോർമുല നിങ്ങൾക്ക് കഴിഞ്ഞ ഏപ്രിൽ മെയിലും കാണാൻ പറ്റും. ഏപ്രിലിൽ ലോക്സഭാ സമ്മേളനം, അന്ന് മയക്കുമരുന്ന് പിടിച്ചത് ഹൈദരാബാദിലാണെന്ന് തോന്നുന്നു. ഹൈദരാബാദിലോ മുംബൈയിലോ മയക്കുമരുന്ന് പിടിക്കുന്നു. ലോക്സഭാ സമ്മേളനം നടക്കുന്നു. മണിപ്പൂർ പൊട്ടുന്നു. ഡോണ്ട് യു തിങ്ക് ദർ ഇസ് എ ഡിസൈൻ? ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഡിസൈൻ. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെ പൊളിക്കണം? പലരും പറയാറില്ലേ, പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകാത്തെന്താ? പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയിട്ടൊന്നും ചെയ്യാനില്ല. പ്രധാനമന്ത്രി വേണമെങ്കിൽ പോയി ഒരു പ്രസംഗമൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരാം. ഇറ്റ് ഇസ് നോട്ട്, ഇത് ഈ പ്രധാനമന്ത്രി പ്രസംഗിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു അഷുറൻസ് കൊടുക്കാഞ്ഞിട്ടോ ഒന്നുമല്ല മണിപ്പൂരിൽ പ്രശ്നം നടക്കുന്നത്. പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയി തലകുത്തി നിന്നാലും മണിപ്പൂർ പ്രശ്നം തീരുകയില്ല. കാരണം ആ പ്രശ്നം കുത്തിപ്പോക്കുന്നതാണ്. അത് കുത്തിപ്പോക്കുന്ന ഏജൻസികൾ വേറെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ചതുരംഗക്കളിയിലെ കരുക്കളുമായിട്ട് ഗുസ്തി പിടിച്ചിട്ട് എന്താ കാര്യം? പിന്നെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, അതിന് പോലീസുണ്ട്, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് ഉണ്ട്. അത് വെച്ചിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും. സോ പ്രൈം മിനിസ്റ്റർ നീഡ് ഡോണ്ട് ഗോ ദെയർ. പ്രൈം മിനിസ്റ്റർ ഹാസ് ടു ബ്രേക്ക് ദിസ് നെക്സസ്. ഈ പാർലമെൻറ്റ് സമ്മേളനം, മയക്കുമരുന്ന് പിടുത്തം, മണിപ്പൂർ ബഹളം. ഞാനത് ചോദിക്കും, മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ ഇപ്പോൾ എല്ലാവരും RSS ഇത് ചെയ്തു, BJP ഇത് ചെയ്തു, ശരി ചെയ്തു എന്ന് വയ്ക്കുക. എന്താ മണിപ്പൂരിലെ ക്രിസ്ത്യാനിയെ മാത്രം തല്ലാൻ കാര്യം എന്താ? മിസോറാമിലെ ക്രിസ്ത്യാനിയെ വേണ്ടേ? നാഗാലാൻഡിലെ ക്രിസ്ത്യാനിയെ പുഴുങ്ങി തിന്നാൻ എന്താ സ്വാദ് കുറവാണോ? കുറച്ചുകൂടെ സുന്ദരന്മാരാണ് നാഗാലാൻഡിലെ ആൾക്കാർ. നാഗാലാൻഡിൽ പോയി നോക്കേണ്ടത്. ഒന്ന്, എനിക്ക് മലയാളി പത്രപ്രവർത്തകരോടൊക്കെ പറയാനുള്ളത്, ഗോ ആൻഡ് വിസിറ്റ് ഓൾ ദീസ് പ്ലേസസ്.
ദാറ്റ് വിൽ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. പോയി കാണണം. വൈവിധ്യം എന്നൊക്കെ പറയുമല്ലോ, കാണണമെങ്കിൽ ആ പ്രദേശത്തൊക്കെ യാത്ര ചെയ്യണം. എത്ര തരം കമ്മ്യൂണിറ്റീസാണ്, എത്ര തരം ക്ഷേത്രങ്ങളാണ്, എത്ര ആരാധനാ സമ്പ്രദായങ്ങളാണ്, എന്തെല്ലാം ഉത്സവങ്ങളാണ്, എന്തെല്ലാം ഡാൻസാണ്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ ഒന്ന് വികസിക്കും. അപ്പോൾ പിന്നെ ഈ ഒരു പരോക്കിയൽ വ്യൂ ഉണ്ടല്ലോ, ആ ക്രിസ്ത്യാനിയെ തല്ലിയത്, എന്താ അടുത്ത ക്രിസ്ത്യാനിയെ തല്ലാത്തത് എന്ന് ചോദിക്കാൻ പോലും ആർക്കും തോന്നുന്നില്ല. ഐ ഹാവ് നോട്ട് സീൻ സംബഡി. മണിപ്പൂരിലെ ക്രിസ്ത്യൻ, ശരി, മണിപ്പൂരിന് തൊട്ടടുത്താണല്ലോ മിസോറാം, അതിനപ്പുറത്തല്ലേ നാഗാലാൻഡ്. ഇവിടെ ക്രിസ്ത്യാനികളില്ലേ? അവരെ എന്തുകൊണ്ട് തല്ലുന്നില്ല? സോ ദിസ് ഈസ് നോട്ട് എ ക്രിസ്ത്യൻ ഇഷ്യൂ അറ്റ് ഓൾ. ബട്ട് ദർ ഈസ് എ ലാർജർ ഡിസൈൻ ഓഫ് ക്രിസ്ത്യൻ സ്റ്റേറ്റ് ബിഹൈൻഡ് ദിസ്. ഇറ്റ് വാസ് ദർ. ഇപ്പോൾ അതിൻ്റെ റിലീജിയസ് പോർഷൻ പോയിട്ട് ഇമ്പീരിയൽ പോർഷൻ ബാക്കി നിൽക്കുന്നു. അതിൽ താല്പര്യം അമേരിക്കയ്ക്ക് ഉണ്ട്. നോൺ ഇഷ്യൂ വെച്ചാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയത്. അറിയില്ലേ നിങ്ങൾക്ക്? 71 അവരുടെ ബംഗ്ലാദേശ് ആക്കി മാറ്റാനുള്ള ഭീകരമായ യുദ്ധമെന്നോ സമരമെന്നോ പറയാം, മുക്തിബാഹിനിയൊക്കെ. അവർക്ക് 30% സംവരണം ഉണ്ടായ സമരത്തിൽ പങ്കെടുത്തവർക്ക് 30% സർക്കാർ ജോലികളിൽ സംവരണം. 1971 കഴിഞ്ഞിട്ട് വർഷം ഇപ്പോൾ എത്രയായി? ഷെയ്ഖ് ഹസീന ഈ സംവരണം എടുത്തു കളഞ്ഞു. എല്ലാവർക്കും സമാധാനം. അപ്പോൾ കഴിഞ്ഞു. ആ സമരത്തിൽ പങ്കെടുത്ത പലരും ജീവനോടെ ഇല്ല. ഇപ്പോൾ അവരുടെ 2ാം തലമുറയൊക്കെയാണ് സംവരണത്തിൻ്റെ ഗുണാനുഭവി. അതെടുത്ത് കളഞ്ഞു. അവർ കേസുമായിട്ട് ഹൈക്കോടതി പോയി. ഹൈക്കോടതി പറഞ്ഞു ആ സംവരണം പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞു. ഷെയ്ഖ് ഹസീന സുപ്രീം കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ ഉത്തരവ് സ്റ്റേ ചെയ്തു. എന്നിട്ട് വാദത്തിന് വെച്ചു. ഈ സംവരണം കൊടുത്തതിൻ്റെ പേരിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ സമരം നടന്നു. അങ്ങനെയാണ് ഷെയ്ഖ് ഹസീന പുറത്താകുന്നത്. ബട്ട് കൊടുത്തതാരാ? ആരും കൊടുത്തിട്ടില്ല, കൊടുത്തിട്ടേയില്ല. കൊടുത്തോണ്ടിരുന്നത് നിർത്തിയത് ഷെയ്ഖ് ഹസീനയാണ്. അത് വീണ്ടും കൊടുക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതിയാണ്. സുപ്രീം കോടതി അപ്പം തന്നെ സ്റ്റേ ചെയ്യുകയും ചെയ്തു. സോ സ്റ്റാറ്റസ് കോ റിമെയിൻ. ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ എല്ലാം സംഭവിച്ചു. അതിന് ഉത്തരവാദി ഷെയ്ഖ് ഹസീനയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കലാപം നടത്തി. അവരെ ഓടി ഭാരതത്തിലേക്ക് വന്നു. ദിസ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് നരേറ്റീവ്. ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കും. ഒറ്റ ഉദാഹരണം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കർഷക സമരം, മോദി കൊണ്ടുവന്ന 3 കാർഷിക ബില്ലുകൾ, ആ ബില്ലുകൾക്കെതിരെയുള്ള സമരത്തെയാണ് കർഷക സമരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പഞ്ചാബിലെ കർഷകർ മാത്രം സമരം ചെയ്തത്? പഞ്ചാബ്, കുറച്ച് ഹരിയാന, ഒരു ലേശം ഉത്തർപ്രദേശ്, ഇതാണ് ആ കർഷക സമരത്തിൻ്റെ മിക്സ് അന്നും ഇന്നും. എന്തുകൊണ്ടാണ് കേരളത്തിലെ കർഷകർ സമരം ചെയ്യാഞ്ഞത്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ളവരാണ്. ഒരു റാലി കർഷകരുടെ ആ ബില്ലിനെതിരെ കേരളത്തിൽ നടന്നോ? ഇല്ല. ഇതിനോ തമിഴ്നാട്ടിൽ നടന്നോ? അവിടെ കർഷകരില്ലേ? കർണാടക, ആന്ധ്ര, തെലങ്കാന, ഒറീസ, ബംഗാൾ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഇവിടെ ഒന്നും കർഷകരില്ലേ? ആകെ കർഷകരുള്ള ഹരിയാനയിലും പഞ്ചാബിലുമാണ്, പിന്നെ കുറച്ച് ഉത്തർപ്രദേശിൽ. സോ അത് ഹോൾ സമരം അത് ഫാബ്രിക്കേറ്റഡ് സമരമായിരുന്നു, ഉണ്ടാക്കിയെടുത്ത സമരമായിരുന്നു. ഇല്ലാത്ത ഇഷ്യൂവിൽ നിന്ന് ഉണ്ടായ സമരമാണ് ഇത്. കർഷകർക്കറിയാം, രാഷ്ട്രീയക്കാർക്കും അറിയാം, അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നു അത്. ഇറ്റ് വാസ് ഫണ്ടഡ് ഫ്രം എൽസ്വെയർ. രണ്ടാമത് ആ സമരം ജീവൻ വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മോദി ആകെ ചെയ്തത് എന്താ? അവരുമായിട്ട് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഹരിയാനയിലോ പഞ്ചാബിലോ പോകാൻ മണിപ്പൂരിൽ പോയതുപോലെ മന്ത്രി പഞ്ചാബിൽ പോകാത്തത് എന്താണ്? പുള്ളി പഞ്ചാബിലൊന്നും പോയില്ല. പുള്ളി ആകെ പറഞ്ഞു അവിടെ സമരം കിടക്കുന്നവൻ്റെയൊക്കെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറയാം. കർഷകർ അയ്യോ അതെങ്ങനെ? പാസ്പോർട്ടൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. എന്താ ക്യാൻസൽ ചെയ്താൽ എനിക്ക് കാനഡയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഈ 70% ഓഫ് ദീസ് പീപ്പിൾ ദേ ബിലോങ് ടു കാനഡ. കനേഡിയൻ പൗരന്മാരാണ് പലരും. അങ്ങനെയാണ് ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് സ്ഫോടനം സൃഷ്ടിക്കുന്നത്. ഇതാണ് മണിപ്പൂരിൽ സംഭവിക്കുന്നത്. മണിപ്പൂരിൽ കളിക്കുന്ന ശക്തികൾ വേറെയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകേണ്ട ഒരു കാര്യമില്ല. ബട്ട് സിറ്റുവേഷൻ ഈസ് വെരി സീരിയസ്. കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അമിത്ഷാ മഹാരാഷ്ട്രയിലെ റാലി ക്യാൻസൽ ചെയ്തിട്ട് ഡൽഹിയിൽ പോയി എമർജൻസി മീറ്റിംഗ് കൂടിയിട്ട് 2 കമ്പനിയോ പ്ലറ്റൂണോ എനിക്ക് ആ വാക്കറിയില്ല കൂടുതൽ പേരെ അങ്ങോട്ട് നിയോഗിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. താമസിയാതെ ഇതിൻ്റെ റൂട്ട് കോസ് ഉണ്ടല്ലോ, ഇതിൻ്റെ വേര് നരേന്ദ്രമോദി പറിച്ചെറിയും. മണിപ്പൂർ പ്രശ്നത്തിൻ്റെ
അങ്ങനെയേ മണിപ്പൂർ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും. പെട്ടെന്ന് വളരുന്ന നമ്മുടെ മുരിങ്ങ പോലത്തെ മരങ്ങളൊക്കെ കണ്ടില്ലേ, ഈവൻ വാഴ പോലെ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് പിന്നെയും വീണ്ടും വെട്ടിയാൽ വീണ്ടും കിളുത്ത് വരും. ഇതുകൊണ്ട് പ്രയോജനമില്ല, അത് മൂടോടെ പിഴുതുകളയണം. അതിനുവേണ്ടി പ്രധാനമന്ത്രി അവിടെയല്ല പോകേണ്ടത്, മറ്റ് പല സ്ഥലത്തുമാണ്. അവിടെ പോകേണ്ട സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി പോകുന്നുണ്ട്, കെട്ടേണ്ടടുത്ത് കെട്ടുന്നുണ്ട്. അത് കഴിയുമ്പോൾ മണിപ്പൂർ ശാന്തമാകും. താങ്ക് യു.